യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം നമുക്ക് കേൾക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതായ സന്ദേശത്തിൻ്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞിട്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ അതേ ഇസ്ഹാക്കിൻ്റെ മുലകൂടി മാറിയ ശേഷം ഏതാണ്ട് 3 വർഷം പൂർത്തിയായപ്പോൾ അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൽ വെച്ച് നടന്നതായൊരു സംഭവം, ഏതാണ്ട് 13 വയസ്സുള്ള ഇസ്മായേൽ, അതേ അബ്രഹാമിൻ്റെ ദാസിയിലുള്ള അബ്രഹാമിൻ്റെ മകൻ 3 വയസ്സുള്ള ഇസ്ഹാക്കിനെ പരിഹസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പരിഹാസം അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയ്ക്ക് വളരെ അനിഷ്ടമായി തീർന്നിട്ട് അവൾ അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദാസിയെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇതിന് സപ്പോർട്ടീവായിട്ട് ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ വാക്യങ്ങൾ എടുത്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഇതിന് അടിസ്ഥാനപരമായി നമ്മൾ വായിച്ചതായ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 10-ാമത്തെ വാക്യം. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടി അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. നോക്കൂ, അബ്രഹാം വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കടന്നിരിക്കുന്ന സമയം. അതായത് തൻ്റെ ഭാര്യയുടെ ദാസിയായ ഹാഗാറിനെ ഒരു അപ്പൻ എന്ന നിലയിൽ അബ്രഹാം സ്നേഹിക്കുന്നു, മകനെയും അതേപോലെ ഒരു പിതാവ് എന്ന നിലയിൽ സ്നേഹിക്കുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവളായ പത്നി സാറ പറയുന്ന വാക്ക് നിമിത്തം അബ്രഹാം വളരെയധികം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ സമയങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അബ്രഹാമിനോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയും നമ്മൾ മറന്നു പോകരുത്. അതായത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ സംഘർഷ നിർഭരമായ സന്ദർഭങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, അവൻ നിങ്ങൾക്ക് ഒരു സഹായകനായി, കാര്യസ്ഥനായി നിങ്ങളോടുകൂടെ ഇരിക്കും. അബ്രഹാമിനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തിൽ തന്നെ വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ അടുത്ത ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പൂർണ്ണമായും ഗൗരവമായി എടുക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് തിരികെയാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലൂസ് ഗലാത്യ സഭയിൽ സംഭവിച്ചതായ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടന്നതായ സംഭവത്തിൻ്റെ ആത്മീകമായ വശത്തെ താൻ ചൂണ്ടിക്കാണിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. എന്നോട് പറവീൻ, അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നും ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബ്യദേശത്ത് സീനാ മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ധാരാളം കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് പറവാനുണ്ട്. എന്നാൽ വളരെ ചുരുക്കമായി തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാക്യങ്ങളുടെ ഒരു ചെറിയൊരു ഭാഗം ചിന്തിപ്പാനിടയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗലാത്യ സഭയിലെ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജഡപ്രകാരം ജനിച്ചവരും വാഗ്ദത്തപ്രകാരം ജനിച്ചവർ ആരൊക്കെയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത അവിടെ പറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗലാത്യ സഭയിൽ ഉണ്ടായിരുന്ന യഹൂദ മതത്തിൽ നിന്നും കടന്നു വന്ന ആളുകൾ, അവർ അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് വാഗ്ദത്ത സന്തതി എന്ന് അവർ ഉറപ്പിച്ചു പറയുമ്പോൾ, അവിടെ ഉണ്ടായിരുന്ന യഹൂദേതര വിശ്വാസികളായ ആളുകൾക്ക് അത് അനിഷ്ടമായി തോന്നി. ആ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മനഃപൂർവ്വമായിട്ട് സ്വതന്ത്ര എന്നുള്ള ഒരു വാക്ക് സാറായെ വിശേഷിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാറായെ സ്വതന്ത്ര എന്ന് പറയുന്നത്? എപ്പോഴും ഈ ദാസി ഹാഗാർ അവൾ അടിമയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സൂചന നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. സാറയെക്കുറിച്ച് പറയുന്നു, അവൾ സ്വതന്ത്രയാണ്, സ്വതന്ത്ര പ്രസവിച്ച മകൻ എന്നുള്ള അർത്ഥത്തിലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 23-ാം വാക്യത്തിൽ ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇതിനർത്ഥം എന്താ? ദാസിയുടെ മകൻ ജഡപ്രകാരവും എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ ഈ ഒരു സന്തതി ഉണ്ടായത് ദൈവത്തിൻ്റെ ആലോചനയല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഇതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചതാണ്, നിനക്കൊരു സന്തതി ഉണ്ടാകുമെന്നുള്ളത്. വാസ്തവത്തിൽ ഇവിടെ ജഡപ്രകാരം ഒരു സന്തതി ഉണ്ടാകേണ്ട ഒരു അർജൻസി
അബ്രഹാമിൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയുടെ ഒരു ജഡീക ചിന്തയെ അവൻ അനുസരിക്കുന്ന നിമിത്തം ഒരു ജഡത്തിൻ്റെ പ്രവൃത്തി ആ ഭവനത്തിൽ വെളിപ്പെടുകയാണ്. നോക്കൂ, ഇത് ഉണ്ടാക്കുന്നതായി പ്രശ്നം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഞാൻ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നിങ്ങളോട് പറയുന്നതാണ്. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഇച്ഛ, ആ ഇച്ഛയെ ഒരിക്കലും ദൈവം ബലമായി പിടിച്ചെടുക്കുന്നില്ല. മറിച്ച് ദൈവം മനുഷ്യനോട് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്, വചനം വ്യക്തമായി പറയുന്നുണ്ട്. അതനുസരിക്കേണ്ട ബാധ്യത മനുഷ്യനുള്ളതാണ്. അത് അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് മാറി അവൻ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ, അവൻ ജഡത്തിൽ ആശ്രയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പലപ്പോഴും ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാകും, ദൈവത്തെ നോക്കിയിറങ്ങിയതായ അബ്രഹാമിൻ്റെ ഭവനത്തിൽ എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമല്ലേ, ദൈവമേ എന്താണ്, ഞാൻ നിന്നെ നോക്കി ഇറങ്ങിയതല്ലേ, എന്താണ് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ സഭയിൽ, എൻ്റെ ദേശത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നോക്കൂ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ജഡപ്രകാരമുള്ള പ്രവൃത്തികളാണ് ഇതിനെല്ലാം കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ജഡത്തിൽ ആശ്രയിച്ചാൽ, സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആ ഹിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറവേറ്റുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുമ്പോൾ ജഡപ്രകാരമുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതേ അബ്രഹാമിൻ്റെ ജീവിതത്തിലും ആ കുടുംബത്തിലും മക്കളില്ല എന്നുള്ള വിഷയത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായി. എപ്പോഴാണ്? അതെ, അബ്രഹാം തൻ്റെ ഭാര്യയുടെ ദാസിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ആ ഭവനത്തിൽ ഓടിച്ചാടി കളിക്കുന്നതായ ഒരു കുഞ്ഞിൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചു കാണും, താൽക്കാലികമായ സന്തോഷം അവർക്ക് ലഭിച്ചു കാണും. പക്ഷെ ഇതൊക്കെ ലോകം തരുന്ന സന്തോഷങ്ങൾ മാത്രമാണ്. പക്ഷെ ദൈവം തരുന്ന സന്തോഷം അങ്ങനെയല്ല. ദൈവം തരുന്ന സന്തോഷം എന്ന് പറയുന്നത് വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആശ്രയിച്ച് താൽക്കാലികമായ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതെല്ലാം തന്നെ നമുക്ക് നാശകരവും നമുക്ക് ഒരു കണിയും കുടുക്കുമായി തീരുമെന്നുള്ള വസ്തുത നമ്മളിവിടെ മറന്നു പോകരുത് എന്നുള്ള കാര്യവും ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പക്ഷെ അബ്രഹാം എന്തായിരുന്നു ചെയ്യേണ്ടത്? സാറ അങ്ങനെ പറയുമ്പോൾ സാറയോട് പറയണമായിരുന്നു, സാറേ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സാറ് പറയും, നോക്കൂ എത്ര നാളായി പറഞ്ഞിട്ട്, നിനക്ക് 75 വയസ്സുള്ളപ്പോൾ ഈ വാഗ്ദത്തം ലഭിച്ചതല്ലേ, എത്ര വർഷങ്ങൾ കഴിഞ്ഞു, നമ്മളിനി ഇങ്ങനെ മക്കളില്ലാതെ പോയാൽ നമ്മളുടെ സമ്പത്തും നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം ആർക്ക് അവകാശമായി തീരും? അതുകൊണ്ട് ദൈവത്തെ നോക്കിയിരിക്കുന്നു വേണ്ട, നമുക്കൊരു കുഞ്ഞു വേണം. നിനക്ക് എന്നിലൊരു കുഞ്ഞുണ്ടാകുവാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ ദാസിയ ഹാഗാറിൻ്റെ അടുക്കൽ പോയി നീ അവൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുക, ആ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ വളരട്ടെ എന്നുള്ള ഒരു ജഡീകമായ ചിന്ത അബ്രഹാമിന് അതേ സാറ കൊടുത്തു. നോക്കൂ, അബ്രഹാം അത് അനുസരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം തന്നെ നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിലും ദൈവം നമ്മളോട് പറഞ്ഞതായ വാഗ്ദത്തം, അവൻ്റെ വചനം, അതിനെ വിട്ട് നമ്മൾ ഒരിക്കലും വേറെ ഒരു സമാന്തര യാത്രയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അത് നമുക്ക് ഒരു കെണിയായിട്ട് മാറും, ഒരു കുടുക്കായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ അത് നാശത്തിന് കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ ഉപദേശിക്കാൻ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാട് കാണും. നമ്മുടെ ഭാര്യമാർ കാണും, നമ്മുടെ ഭർത്താക്കന്മാർ കാണും, നമ്മുടെ മക്കൾ കാണും, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ കാണും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ സുവിശേഷ വേലയിലെ ഒരു പ്രാരംഭ ദശകളിൽ അതേ ശരിയായിട്ടുള്ള പുരോഗമനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന, എന്നോടൊപ്പം കർത്തൃവേലയിൽ എന്നെ സഹായിക്കുന്നതായ അനേക ദൈവദാസന്മാർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ബ്രദറെ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് പോകണം എന്നൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അനുസരിച്ചില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നെ വിളിച്ച വിളിയായിരുന്നു ഏറ്റവും വലുതെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഐ ഹാവ് എ പ്രോമിസ്, ഐ ഹാവ് എ കോളിംഗ് എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ തോറ്റുപോകാൻ ദൈവം സമ്മതിച്ചില്ല, പരാജയപ്പെട്ടു പോകാൻ ദൈവം സമ്മതിച്ചില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഈ ഒരു പരാജയം സംഭവിക്കുമ്പോൾ അബ്രഹാമിനും സാറയ്ക്കും വ്യക്തമായിട്ട് അറിയാം ഇത് തങ്ങൾ ജഡപ്രകാരം ചിന്തിച്ചതിൻ്റെ ഫലമാണ് എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജഡപ്രകാരം ചിന്തിക്കുന്നവരാകരുത്. ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം ലഭിച്ചവരാണെങ്കിൽ ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരായി തീരണം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ചില ഉറപ്പുകൾ പ്രാപിച്ചെങ്കിൽ ആ ഉറപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നവരായി തീരണം. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, യാതൊരു കണിയും കുടുക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല.
നോക്കൂ, താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി ജഡപ്രകാരം ചില പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ആ പദ്ധതികൾ അബ്രഹാമിന് സ്വസ്ഥത കൊടുക്കാത്തതായി മാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, കർത്താവെ, ഞാൻ ഒരിക്കലും മാനുഷികമായിട്ടുള്ളതോ ജഡീകമായിട്ടുള്ള ചിന്തകളിലേക്കല്ല ഞാൻ പ്രവേശിക്കുന്നത്. ദൈവമേ, നിന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, നിന്നോടുള്ള ആലോചനയിലും പ്രാർത്ഥനയിലും ബന്ധത്തിലും നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹം, അതെ, അബ്രഹാമും സാറായിയും ആലോചിച്ചെടുത്ത ആ തീരുമാനത്തിൻ്റെ താൽക്കാലികമായ സന്തോഷം പോലെ അല്ല, മറിച്ച് ദൈവത്തോടുള്ള നിങ്ങളുടെ തീരുമാനത്തിന്, ദൈവം നിങ്ങൾക്ക് തന്നതായ വാഗ്ദത്തത്തിന് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ആർക്കും എടുക്കാനാവാത്ത സന്തോഷമാണ്. അതേ, ഒരു പാട്ടുകാരൻ പാടുന്നതുപോലെ, അതെ, ഈ സന്തോഷം ആർക്കും എടുക്കുവാൻ കഴിയത്തില്ല. ആർക്കും എടുക്കാത്തതായ സന്തോഷം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുവെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കരുതിയിരിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് അവകാശമാക്കാൻ കഴിയണം. അതേ, കരുതിയിരിക്കുക. മാനുഷികമായിട്ടുള്ള ആലോചനകളും ജഡീകമായ ചിന്തകളും നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. നമ്മളെ അസ്വസ്ഥതയിലേക്കും നമ്മളെ സ്വൈര്യമില്ലാത്ത അവസ്ഥയിലേക്കും അത് കൊണ്ടുപോകാൻ പാടില്ല. മറിച്ച് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിപ്പാൻ ഞാനിന്ന് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ മാനുഷികമായി ചിന്തിക്കുന്നു, പലപ്പോഴും ഞങ്ങൾ ജഡപ്രകാരം ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിലും അത് താമസിക്കുന്നത് കാണുമ്പോൾ, ഞങ്ങൾക്ക് തോന്നുന്ന ആ നിലയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളിത് മനസ്സിലാക്കുന്നു, അത് ഞങ്ങൾക്ക് താൽക്കാലികമായ സന്തോഷങ്ങളെ കൊണ്ടുവരുമായിരിക്കും. പക്ഷേ അത് ഞങ്ങൾക്ക് ഒരു കണിയും കുടുക്കുമായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരോടും ഇന്ന് പരിശുദ്ധമായി വ്യക്തമായി സംസാരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്കും ദൈവവചന പഠനത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിപ്പാൻ കഴിയും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.